അസ്സലാമു അലൈക്കും. ഇന്ന് പല കുടുംബങ്ങളും സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ വഴക്കുകളായി മാറുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം കുറയുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അകന്നു പോകുന്നു. എന്നാൽ ഇസ്ലാം കുടുംബത്തെ സ്വർഗത്തിന്റെ ഒരു പൂന്തോട്ടമാക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. ആദ്യം നാം അള്ളാഹുവുമായുള്ള ബന്ധം ശക്തമാക്കണം. നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദുആ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനം നൽകും. കുടുംബ പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ, ഗാർഹിക പൊരുത്തക്കേടുകൾ ഇതെല്ലാം ദിവസം ചെല്ലുന്തോറും കൂടി വരുന്നു. ഇന്ന് കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. ഇങ്ങനെ കുടുംബ കലഹങ്ങൾ മാറാൻ ഖുർആനിലെ ഈ ആയത്ത് പതിവായി ഓതുക. വിശുദ്ധ ഖുർആനിലെ 35-ാം സൂറത്തുൽ ഫാത്തിർ. ഈ സൂറത്തിലെ 34-ാമത്തെ ആയത്ത് ഓതുക. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. ഈ ഒരു ആയത്ത് ദിവസേന ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് കുടുംബ പ്രശ്നങ്ങൾ എല്ലാം ശരിയാകും. പരസ്പര ബഹുമാനം എന്നത് കുടുംബ ജീവിതത്തിന്റെ അടിത്തറയാണ്. ഒരാളുടെ കുറവുകൾ മാത്രം കാണാതെ നല്ല വശങ്ങളും കാണാൻ പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാരോട് ഭാര്യമാരെ നല്ല രീതിയിൽ പെരുമാറാൻ ഉപദേശിക്കുകയും ഭാര്യമാരോട് ഭർത്താവിന്റെ അവകാശങ്ങൾ പാലിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കോപം നിയന്ത്രിക്കണം. കോപമുള്ള സമയത്ത് പറയുന്ന ഒരു വാക്ക് വർഷങ്ങളായുള്ള ബന്ധം തകർക്കാം. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം. മൗനം പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകാറുണ്ട്. പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സ് വളർത്തണം. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അള്ളാഹു ക്ഷമിക്കുന്നവരെ സ്നേഹിക്കുന്നു. വീട്ടിൽ എല്ലാവരും പരസ്പരം പൊറുക്കാൻ തയ്യാറായാൽ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒഴിവാക്കണം. കുടുംബാംഗങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരോട് പറയുന്നത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. പകരം നേരിട്ട് സ്നേഹത്തോടെ അവരെ ഉപദേശിക്കണം. മാതാപിതാക്കളെ ആദരിക്കുകയും മക്കൾക്ക് നല്ല മാതൃകയാവുകയും ചെയ്യണം. കുട്ടികൾ മാതാപിതാക്കളുടെ ജീവിതം കണ്ടാണ് പഠിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഖുർആൻ, ദിക്ർ, നിസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ മക്കളും അതേ വഴിയിലാകും. സാമ്പത്തിക ബുദ്ധിമുട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളോ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ അള്ളാഹുവിലുള്ള വിശ്വാസവും ക്ഷമയും കുടുംബത്തെ സംരക്ഷിക്കും. ഒരു കുടുംബത്തിൽ സ്നേഹവും കരുണയും ക്ഷമയും ഉണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെട്ട വീടായിരിക്കും. കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കണം. നിസ്കാരവും ദിക്റും ദുആയും നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കണം. പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരും. മേലെ പറഞ്ഞ ആ ആയത്ത് എല്ലാ ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും പരിഹരിച്ച് സമാധാനവും സ്നേഹവും ഐക്യവും നിറഞ്ഞ ജീവിതം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.